തലസ്ഥാനത്തിന് തിലകക്കുറിയാകാൻ അച്യുതമേനോൻ പ്രതിമ പ്രയാണം ആരംഭിച്ചു. പയ്യന്നൂരിന്റെ വെങ്കലപ്പെരുമയും തഞ്ചാവൂരിന്റെ ശില്പചാതുരിയും ഇവിടെ സമന്വയിക്കുന്നു. വെങ്കല പാരമ്പര്യത്തിന്റെ 98 വർഷങ്ങൾ. പൊതുവാൾ ബ്രാസ്, സെൻട്രൽ ബസാർ, പയ്യന്നൂർ. തിരുവനന്തപുരം മ്യൂസിയത്തിന് സമീപം സ്ഥാപിക്കുന്നതിനായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമുന്നത നേതാവും സ്വാതന്ത്ര്യസമര സേനാനിയും കേരള വികസനത്തിന് അടിസ്ഥാന ശില പാകിയ മുൻ മുഖ്യമന്ത്രിയുമായ സി അച്യുതമേനോന്റെ പയ്യന്നൂരിൽ നിർമ്മിച്ച പൂർണ്ണകായ വെങ്കല പ്രതിമ പയ്യന്നൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സ്മൃതിയാത്രയായി പ്രയാണം ആരംഭിച്ചു. ശില്പി ഉണ്ണിക്കാനായി നിർമ്മിച്ച ജീവസുറ്റ ശില്പത്തെ പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും വരവേറ്റ് ആഘോഷമായി ഗാന്ധി പാർക്കിലെത്തിച്ചു. തുടർന്ന് തിരുവനന്തപുരത്തേക്ക് നടത്തുന്ന സ്മൃതിയാത്രയുടെ ഉദ്ഘാടനം CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പ്രകാശ് ബാബു നിർവഹിച്ചു. മൂല്യാധിഷ്ഠിത രാഷ്ട്രീയം ഉയരെ പിടിച്ച കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു സി അച്യുതമേനോനെന്ന് അഡ്വക്കേറ്റ് കെ പ്രകാശ് ബാബു പറഞ്ഞു. ആധുനിക കേരളത്തെ രൂപപ്പെടുത്തിയ നിരവധി നിർണായക തീരുമാനങ്ങളും വികസന പ്രവർത്തനങ്ങളും അച്യുതമേനോന്റെ കാലത്താണ് ഉണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു. മ്യൂസിയം ജംഗ്ഷനിൽ മ്യൂസിയത്തിൻ്റെ 2ാം ഗേറ്റിൻ്റെ വലതുവശത്തായിട്ടാണ് ഗവൺമെൻറ് നമുക്ക് കുറച്ച് സ്ഥലം ഈ പ്രതിമ സ്ഥാപിക്കുന്നതിന് വേണ്ടി വിട്ടുതന്നിട്ടുള്ളത്. അവിടെ ശ്രീ ഉണ്ണി കാനായി രൂപകൽപ്പന ചെയ്ത ആ പ്രതിമ സ്ഥാപിക്കുമ്പോൾ നാളത്തെ തലമുറ ഇങ്ങനെ ഒരു മനുഷ്യൻ മുറിക്കയ്യൻ ഷർട്ടുമിട്ട് ഒരു മുണ്ടുമുടുത്ത് തേക്കിൻകാട് മൈതാനിയിൽ കൂടി ഇങ്ങനെ നടന്നിരുന്ന ഒരു മനുഷ്യൻ, രാഷ്ട്രീയ നേതാക്കളുടെ പ്രസംഗങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി മൈതാനിയിൽ പോയിരുന്ന ഒരു മനുഷ്യൻ, മുഖ്യമന്ത്രി സ്ഥാനം കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്ത് തൃശ്ശൂരിലേക്ക് പോയ ഒരു മനുഷ്യൻ, ഇങ്ങനൊരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു. ഗാന്ധിജിയെക്കുറിച്ച് പറഞ്ഞതുപോലെ അതിന് തുല്യനായ ഒരു മനുഷ്യൻ ഇവിടെ ജീവിച്ചിരുന്നു, ഇവിടെ മുഖ്യമന്ത്രിയായിരുന്നു എന്ന് നാളത്തെ ലോകം ഈ പ്രതിമ കാണുമ്പോൾ ഓർക്കുമെങ്കിൽ അതാണ് ഈ സ്മൃതി യാത്രയുടെ ഏറ്റവും വലിയ നേട്ടം, ഏറ്റവും വലിയ പ്രതിഫലനം അതായിരിക്കും എന്ന വിശ്വാസത്തോടുകൂടി നിങ്ങളുടെ എല്ലാം അനുമതിയോടുകൂടി ഈ സ്മൃതി യാത്ര, ഈ പരിപാടി ഔപചാരികമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, അഭിവാദ്യം. യാത്രാ ലീഡർ CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം KP രാജേന്ദ്രൻ, ദേശീയ കൗൺസിൽ അംഗം സത്യൻ മൊകേരി, E ചന്ദ്രശേഖരൻ, TV ബാലൻ, ES ബിജിമോൾ, P കബീർ, CN ചന്ദ്രൻ, KV ബാബു, KV പത്മനാഭൻ, താവം ബാലകൃഷ്ണൻ, NP ഭാസ്കരൻ തുടങ്ങിയ നിരവധി നേതാക്കൾ സംബന്ധിച്ചു. 10 അടി ഉയരവും 1000 കിലോഗ്രാം ഭാരവുമുള്ള വെങ്കല പ്രതിമ നിർമ്മിച്ച ശില്പി ഉണ്ണി കാനായിയെ വേദിയിൽ വച്ച് ഉപഹാരം നൽകി ആദരിച്ചു. തുടർന്ന് നടന്ന പുഷ്പാർച്ചനയോടെ ശില്പം അടുത്ത സ്വീകരണ സ്ഥലമായ കണ്ണൂരിലേക്ക് യാത്ര തിരിച്ചു. തിരുവനന്തപുരത്ത് സ്ഥാപിക്കുന്ന ഉണ്ണിയുടെ 6ാമത്തെ പ്രതിമയാണ് അച്യുതമേനോന്റേത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പയ്യന്നൂരിന്റെ വെങ്കലപ്പെരുമയും തഞ്ചാവൂരിന്റെ ശില്പചാതുരിയും ഇവിടെ സമന്വയിക്കുന്നു. പൊതുവാൾ ബ്രാസ്, പയ്യന്നൂർ. വിവിധ വലിപ്പത്തിലുള്ള ഇഷ്ടദേവതാ വിഗ്രഹങ്ങൾ, വിളക്കുകൾ, പൂജാപാത്രങ്ങൾ, പ്രസന്റേഷൻ വസ്തുക്കൾ തുടങ്ങി വെങ്കലത്തിലെ എന്തും ഏതും. വെങ്കല പാരമ്പര്യത്തിന്റെ 98 വർഷങ്ങൾ. പൊതുവാൾ ബ്രാസ്, സെൻട്രൽ ബസാർ, പയ്യന്നൂർ.